എന്താ രവിവർമ്മൻ സാർ വന്നിരുന്നു ഇവിടെ? എന്താടി ഇടയ്ക്കിടയ്ക്ക് കയറി വരാൻ ഇവിടുത്തെ വിരുന്നുകാരനാണോ അദ്ദേഹം? വെറുതെ വായി തോന്നി വിളിച്ചു പറയാതെ. കുഞ്ഞമ്മ, ഞാൻ ചോദിച്ചത് രവിവർമ്മൻ സാറ് വന്നിരുന്നോ എന്നാണ്, അല്ലാതെ സാറ് നമ്മുടെ വിരുന്നുകാരനാണോ അല്ലയോ എന്നല്ല. എന്താടി ഞാനൊന്ന് പറയുമ്പോ അതിന് വേറെ അർത്ഥം കണ്ടെത്തി സംസാരിക്കുന്നത്? നീ നിന്റെ പാട് നോക്കി പോയ അങ്ങോട്ട്. ഞാൻ പൊയ്ക്കോളാം. ഏതായാലും കുഞ്ഞമ്മ ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കിയല്ലോ. അതെനിക്ക് നേരത്തെ അറിയായിരുന്നു, അവളുടെ ഈ കള്ളക്കളി. കുഞ്ഞമ്മയുടെ കയ്യിൽ ശ്രീയുടെ ഫോണ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി കുഞ്ഞമ്മയെ അത് മനസ്സിലാക്കിയെന്ന്. കുഞ്ഞമ്മ, ഇക്കാര്യമാണ് കുറച്ചു ദിവസമായിട്ട് ഞാൻ കുഞ്ഞമ്മയോട് പറയാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നിട്ടത് കുഞ്ഞമ്മ കേൾക്കാനേ താല്പര്യം കാണിച്ചില്ല. എന്തായാലും ശരി, ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, ആശ്വാസമായി. ഇനി കുഞ്ഞമ്മ പറയൂ, ഇപ്പൊ എന്ത് ചെയ്യാനാ തീരുമാനം? മായേ, ഇതെന്റെ കുടുംബകാര്യ. ദയവ് ചെയ്ത് നീ ഇതിൽ തലയിടരുത്. ഓഹോ, അത് ശരി. കുഞ്ഞമ്മ എന്താ പറഞ്ഞേ? കുഞ്ഞമ്മയുടെ കുടുംബകാര്യമാണെന്നോ? അപ്പൊ ഞാൻ ഈ കുടുംബത്തിലുള്ളതല്ലാന്ന്. ശരി, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ പുറത്തുനിന്ന് വന്നത് തന്നെയാ. മായേ, ഞാൻ പറഞ്ഞതിന് നീ തെറ്റായി കാണണ്ട. ഞാൻ വേറൊന്നും കരുതിയല്ല അങ്ങനെ പറഞ്ഞത്. എന്റെ കരിപ്പോത്തിയമ്മേ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എല്ലാവരും സങ്കടപ്പെടുകയാണല്ലോ. ഈ കാര്യം അച്ഛനറിഞ്ഞ ചങ്ക് പൊട്ടി മരിക്കുമല്ലോ എന്റെ ഈശ്വര. ഞാൻ തന്നോട് പറയുന്ന ഈ വിഷയം വളരെ കോൺഫിഡൻഷ്യലാണ്, രഹസ്യം. ആക്ച്വലി എനിക്ക് ഈ ഓഫീസിൽ 2 പേരെയാണ് കൂടുതൽ വിശ്വാസമുള്ളത്. ഒന്ന് താൻ, മറ്റേയാൾ രാജാറാം. ഓഫ് കോഴ്സ് സാന്ദ്രയും വിശ്വസിക്കുന്നു, ബട്ട് ഓൺലി 99%. അത്രേ ഉള്ളൂ. എനിക്ക് ആ കുട്ടിയെ സംശയമൊന്നുമില്ല, പക്ഷേ ഈ വിഷയത്തിൽ താനാണ് ശരിയായ ആളെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് പോയിന്റ്. പിന്നെ തനിക്കറിയാലോ, ഞാൻ ചേട്ടായിയെ 101% വിശ്വസിക്കുന്നു. പക്ഷെ ഈ വിഷയം ചേട്ടായിയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് കുറച്ചുകൂടി ക്ലാരിറ്റി വന്നാലേ ചേട്ടായിയോട് ഈ വിഷയം സംസാരിക്കാൻ പറ്റൂ. അതാണ് പ്രശ്നം. സർ, വിഷയം പ്രശ്നം എന്നൊക്കെ പറയുന്നല്ലാതെ എന്തിനെ കുറിച്ചാണ് സാറി സംസാരിക്കുന്നതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, ഫൈൻ, മനസ്സിലായി. നൗ ജസ്റ്റ് ടെൽ മീ വൺ തിങ്. താൻ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ ഇപ്പോ? എക്സ്ക്യൂസ് മീ സർ. ആ, നജീബ് വരൂ. നീ ഇങ്ങോട്ട് വന്നേ. നമുക്ക് ആ ലൈബ്രറി പോണ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ? ഇപ്പൊ തന്നെ സമയം ഒരുപാട് താമസിച്ചു. ആന്റി പോട്ടെ, കാണാമേ. വാ വാ.
ഇവര് രണ്ടാളും എന്തോ എന്നിൽ നിന്ന് ഒളിപ്പിക്കുകയാണല്ലോ. ശ്രീക്ക് എന്തോ വീട്ടിൽ പറയാത്ത രഹസ്യമുണ്ടെന്ന് മനസ്സിലായി. എന്തായാലും ശരി, അത് കണ്ടുപിടിച്ചേ പറ്റൂ. ഹായ് ശ്രീലക്ഷ്മി. What a pleasant surprise. നമ്മൾ ആദ്യമായിട്ടാ നേരിട്ട് കാണുന്നതല്ലേ? അതെ. ഞാൻ രേഖ. രഘു ഒരുപാട് പറഞ്ഞ് ശ്രീലക്ഷ്മിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. മോളെ ശ്രീലക്ഷ്മി, നന്നായി വരും. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഹലോ സർ. നിങ്ങൾ മൂന്നാളും എന്തോ ഗൗരവമുള്ള കാര്യം ഡിസ്കസ് ചെയ്യാണെന്ന് വിചാരിച്ചു. അതാ ഞാൻ വിളിക്കാത്ത. ഏയ് അങ്ങനെയൊന്നുമില്ല രേഖ. മോള് വാ. ഫോൺ വിളിച്ചിട്ട് എടുത്തുമില്ല, എന്താ ഏതാന്ന് പറയാതെ നേരെ വീട്ടിലേക്കാണല്ലോ വന്നിരിക്കുന്നത്. എന്താ ശ്രീലക്ഷ്മി, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അവിടെ? രവിചന്ദ്രവർമ്മന്റെ കാമുകി പട്ടം കിട്ടാൻ പറ്റിയ ഒരാള്? എന്നുവെച്ചാൽ സോറി മാഡം, ഞാനിതുവരെ അങ്ങനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ശരി, ആയിക്കോട്ടെ. ഇന്നലെ വരെ ഇല്ലെങ്കിൽ നാളെ മുതൽ ശ്രദ്ധിക്കാമല്ലോ. സംശയം തോന്നുന്ന ഒരാളെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അപ്പൊ അറിയിക്കണം ഞങ്ങളെ. ഞാൻ എന്റെ പേഴ്സണൽ നമ്പർ തരാം ശ്രീലക്ഷ്മിക്ക്.
ഓക്കെ മാഡം, ഞാൻ ശ്രമിച്ചു നോക്കാം. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഏയ് നോ വെറുതെ ട്രൈ ചെയ്ത പോരാ ശ്രീലക്ഷ്മി, ഉറപ്പായിട്ടും ചെയ്തിരിക്കണം ഇത്. താൻ വളരെ സ്മാർട്ടാണെന്ന് എനിക്കറിയാം. യു ക്യാൻ ഡു ഇറ്റ് ഈസിലി. ആദ്യം താൻ ആളെ കണ്ടെത്ത്, എന്നിട്ട് വിളിച്ചു പറഞ്ഞാ മതി. ഞാനൊരു ലൊക്കേഷൻ അയച്ചുതരാം. വളരെ സേഫ് ആയൊരു സ്ഥലം. വേറെ ആരും വരില്ല അവിടേക്ക്. താൻ ആ പെൺകുട്ടിയെയും ബ്രദർ ഇൻ ലോയെയും അങ്ങോട്ടേക്ക് ലീഡ് ചെയ്യണം. ഞാൻ അവിടെ എത്തി ബാക്കി കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തോളാം. താൻ ഇതിന്റെ പിന്നിലുണ്ടെന്ന് ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയേയില്ല. അതെന്റെ ഉറപ്പാ. എന്റെ ഗണപതി, ഇതെന്ത് പരീക്ഷണങ്ങളാ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന. ശ്രീലക്ഷ്മി എന്തോന്നും പറയാത്തെ? വൈ ആർ യു സൈലന്റ്? അത് പിന്നെ രവിവർമ്മൻ സാറിനെ കുറിച്ച് മാഡം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കാരണം എന്തായിരിക്കും ചിന്തിക്കായിരുന്നു ഞാൻ. യു മീൻ ഒരു കാമുകിയുണ്ടെന്നുള്ള കാര്യമാണോ? അതെ. പറയാം. കല്യാണം കഴിഞ്ഞു വന്ന സമയം മുതല് ഞാൻ ശ്രദ്ധിക്കുന്നത് ബ്രദർ ഇൻ ലോ ചില സമയങ്ങളിൽ വളരെ വിചിത്രമായിട്ട് പെരുമാറും. എനിക്കിപ്പോഴും ബ്രദർ ഇൻ ലോയെ കുറിച്ചുള്ള പല കാര്യങ്ങളും മനസ്സിലായിട്ടില്ലെന്നുള്ളതാണ് സത്യം. കുറച്ചൊക്കെ തനിക്കും അറിയാൻ പറ്റുമല്ലോ. ഓഫീസിൽ വെച്ച് ബ്രദർ ഇൻ ലോയെ ദിവസവും കാണുന്നതല്ലേ. താൻ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ബ്രദർ ഇൻ ലോ സാധാരണ മനുഷ്യരെ പോലെ ചിരിക്കുന്നത്? ഇല്ല. പക്ഷെ ആ പെൺകുട്ടി വന്നതിന് ശേഷം ബ്രദർ ഇൻ ലോയ്ക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ വെറുതെ ചിരിക്കുക മാത്രമല്ല, ചിലപ്പോ മൂളിപ്പാട്ടും പാടി ഒറ്റയ്ക്ക് ചെടികളോടൊക്കെ സംസാരിക്കുകയും ചെയ്യും. അതാണ് എന്റെ ഭയം. ആ പെൺകുട്ടി ആരാണ്, എന്താണ്, ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കും? ഐ എം റിയലി വറീഡ് അബൌട്ട് ഇറ്റ് ശ്രീലക്ഷ്മി. എനിക്ക് ആ സീക്രട്ട് കണ്ടുപിടിച്ചേ പറ്റൂ. അത് പിന്നെ സാറിന് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ നല്ലവളായിരിക്കും മാഡം. മാഡം അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ടെന്ന് തോന്നുന്നു. ഏയ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വരൂ കുഞ്ഞേ. ഗായത്രി ദേവിയമ്മ പറഞ്ഞു കുട്ടിക്ക് ഇവിടെ കൊണ്ടുവന്ന് ഈ ഇഞ്ചി ചായ തരാൻ. അങ്ങോട്ട് കൊടുക്ക്. അയ്യോ, ഇതിൽ കുരുമുളക് പൊടി ചേർത്തു അല്ലേ? ചേർത്തല്ലോ. എന്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെടാത്തതല്ല, അമ്മ ഇത് കുടിക്കണ്ടെന്ന് പറഞ്ഞോളൂ. കുടിച്ചാ തൊണ്ടയ്ക്ക് കിരികിരിപ്പ് വരും. ആഹാ, കൊള്ളാലോ. കുട്ടിക്ക് ഇതെങ്ങനെ അറിയാം ഇക്കാര്യം? അത് ശരിയാണല്ലോ. കുരുമുളക് പൊടിയിട്ട് ചായ കുടിച്ചാ മധുരയിലേക്ക് തൊണ്ടയ്ക്ക് കിരികിരിപ്പ് വരുമെന്ന് ആരും ശ്രീലക്ഷ്മിയോട് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെങ്ങനെ മനസ്സിലായി അത്? ചിലപ്പോ രവിവർമ്മൻ സാറ് പറഞ്ഞിട്ടുണ്ടാവും മാഡം. ഞാനതോർത്ത് അറിയാതെ പറഞ്ഞു പോയതാ. അത് ശരിയായിരിക്കും. കുട്ടിക്ക് ഇഞ്ചി ചായ ഇഷ്ടമാണെന്ന് ഗായത്രി ദേവി അമ്മയോട് പറഞ്ഞതും രവിക്കുഞ്ഞാണെന്ന് പറഞ്ഞു. സത്യത്തിൽ ഇവിടെയുള്ള എനിക്ക് പോലും അറിയില്ല കുരുമുളകിന്റെ കാര്യം. പക്ഷെ ആദ്യമായിട്ട് വന്ന ഈ കുട്ടിക്ക് അക്കാര്യം അറിയാം. കേട്ടപ്പോ എനിക്ക് പോലും അതിശയം തോന്നി. യവന ചേച്ചി, ജിഞ്ചർ ടീ അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. താങ്ക് യു. എന്നാ കുട്ടി വരൂ. വീടൊക്കെ ഒന്ന് ചുറ്റി കാണിക്കാനാ ഗായത്രി ദേവി അമ്മ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്റെ കൂടെ വന്നോളൂ, ഞാൻ ചുറ്റി കാണിച്ചു തരാം. അതിന് ഞാൻ ഈ വീടെല്ലാം കണ്ടു കഴിഞ്ഞാണല്ലോ. അമ്മേ, ഈ മുറി. എക്സ്ക്യൂസ് മീ, അതിനല്ലോ ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ? മോള് വാ. എന്താ രേഖ? എല്ലാവരും ചേർന്ന് നമുക്കൊരു സെൽഫി എടുക്കാവോന്ന് ചോദിച്ചു രഘു. സെൽഫിയാ? യാ മദറിൻലോ. ബ്രദറിൻലോയും രഘുവും ഇപ്പൊ ഓഫീസിലേക്ക് പോവും. പിന്നെ ഇങ്ങനൊരു അവസരം കിട്ടില്ല. എപ്പോഴാ അവര് ഫ്രീ ആവാന്ന് പറയാൻ പറ്റില്ലല്ലോ.
മാത്രമല്ല ഇന്ന് മദറിനിലോട് പ്രിയപ്പെട്ട ശ്രീലക്ഷ്മി ഉണ്ട്. സോ വി തോട്ട് ലെറ്റ്സ് ടേക്ക് എ സെൽഫി നൗ. ആ അത് ശരിയാണ്. ഇന്ന് ശ്രീലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് വന്നതിന് രഘുവിന് വേണം നന്ദി പറയാൻ. സത്യം പറഞ്ഞ ഞാൻ തന്നെ ഈ കുട്ടിയെ ഇങ്ങോട്ട് വിളിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. പിന്നെ വിചാരിച്ചു ആള് വരേണ്ട സമയമാവുമ്പോ തനിയെ വരുമല്ലോന്ന്. ആള് വരേണ്ട സമയം എന്ന് പറഞ്ഞ what do you mean? എന്ന് പറഞ്ഞ എല്ലാത്തിനും ഒരു സമയം വരുമല്ലോ, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇപ്പൊ സമാധാനായോ? കൂടുതൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മോള് വാ. സാറിനെന്താ കുടിക്കാൻ വെള്ളം വേണോ? ടെൻഷനാവുമ്പോ നെഞ്ചിടിക്കുന്നത് എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും സംഭവിക്കും. എനിക്കും. അതിനിത്ര കാര്യമൊന്നുമില്ല. ഓഹോ, അങ്ങനെയാണോ? അതെ, അങ്ങനെ തന്നെ. ഞാൻ ഫോൺ വിളിച്ചപ്പോ താൻ എന്തിനാ കോള് കെട്ടിയത്? പിന്നെ വിളിച്ചപ്പോ ഫോൺ റിംഗ് ആവുന്നുമില്ല. എന്താ മിണ്ടാത്തത്? ഞാൻ ചോദിച്ചത് താൻ ഉത്തരം പറ. സർ, ഫോൺ അമ്മയുടെ കയ്യിലായിപ്പോയി. അക്കാര്യം പറയാൻ പറ്റുന്നതിന് മുമ്പാ ഇത്രയൊക്കെ സംഭവിച്ചത്. അമ്മയുടെ കയ്യിലോ? അതെ സർ. സാറിനോട് സംസാരിക്കാൻ വേണ്ടി അമ്മ എന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. അമ്മ ഏതിൽ അമർത്തിയോ എന്തോ ഫോൺ പെട്ടെന്ന് കട്ടായിപ്പോയി. ഫോൺ ഇപ്പോഴും അമ്മയുടെ കയ്യിലാ സർ. ഓ മൈ ഗോഡ്. അതെന്തിനാണ് ഇപ്പൊ എടുത്തോണ്ട് പോണത്? ചുമ്മാ കിടക്ക് മനുഷ്യ. ഇപ്പൊ ഇതിന്റെ ആവശ്യമില്ലല്ലോ, ഞാൻ തിരികെ കൊണ്ടുവന്നിട്ടോളാം. ചേടാ, ഇതിപ്പോ മോങ്ങാനിരുന്ന നായയുടെ തലയില് തേങ്ങ വീണതുപോലെ ആയല്ലോ. എന്തോ നടി കഴുതി കാണിക്കണത്? ഞാനിവിടെ വയ്യാതെ കിടക്കല്ലേ, ഒരു മിനിമം മര്യാദയെങ്കിലും കാണിക്കണ്ടേ? എന്തൊന്നാ കുഞ്ഞമ്മ ഇത്? ഇപ്പോഴല്ലേ ഞാൻ തറ തുടച്ചിട്ടത്, അപ്പോഴേക്കും വീണ്ടും പൊടി തട്ടിയിട്ട് വൃത്തിയിടാക്കുന്നോ? അത് മായ നീ കണ്ടിട്ടില്ലേ? നമ്മുടെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ടാർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ പിറ്റേ ദിവസം വീണ്ടും വെട്ടിപ്പൊളിച്ച് പൈപ്പിടുന്നത്. ഇവൾക്ക് ഏതാണ്ട് അതേ അസുഖ. അത് ചിറ്റപ്പം പറഞ്ഞ ശരിയാ, ഇതൊരു തരം അസുഖം തന്നെയാ. ഓടിയോടുന്നു. ഏതായാലും നിങ്ങളുടെ പുളിച്ച തമാശ കേൾക്കുന്നതിലും ഭേദം ഈ തുമ്മല. ഇത് ഇഡ്ലി ഉപ്മാവല്ല, സാധാ ഉപ്മാവാ. അമ്മയുടെ ചില പൊടിക്കൈകൾ ഉണ്ടെന്നേ ഉള്ളൂ. എങ്ങനെയുണ്ട് സർ, ഇഷ്ടപ്പെട്ടോ? തന്റെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമുണ്ട്, അത് കഴിച്ചാൽ അതിന്റെ രുചി ദിവസങ്ങളോളം നാവിലുണ്ടാവും. ഇതും അങ്ങനെ തന്നെ. നോട്ട് ടു സോൾട്ടി, നോട്ട് ടു സ്പൈസി. ഇതിന് ഇടയിലുള്ളൊരു ടേസ്റ്റി സ്പേസ് അത് തന്നെ നമുക്കറിയാം. ഒരുപക്ഷെ ഒരുപാട് അമ്മമാർക്ക് അറിയാമായിരിക്കും. അതിനെയാണ് നമ്മൾ കൈപ്പുണ്യം എന്ന് പറയുന്നത്. അത് അനുഭവിക്കാനുള്ള യോഗം പുരുഷന്മാർക്കുണ്ടാണ്. അത് തന്റെ അച്ഛനുണ്ട്. അല്ല, തന്റെ അച്ഛന്റെ വേദനയ്ക്ക് ഇതുവരെ മാറിയില്ലേ? എങ്ങനെയുണ്ട് ഇപ്പോ? അതെന്താ സർ അമ്മയെ പുകഴ്ത്തി പറഞ്ഞിട്ട് അച്ഛനെ കുറ്റപ്പെടുത്തുന്ന പോലെ? ഓ, അച്ഛനാണല്ലോ സാറിന്റെ കഥയിലെ വില്ലൻ അല്ലേ? സോറി, ഞാൻ പറയുന്നതിനൊക്കെ താൻ ഇല്ലാത്ത അർത്ഥം കണ്ടെത്തിയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
എനിക്ക് തൻ്റെ അച്ഛനൊരു നായക വില്ലൻ, അല്ലെങ്കിൽ വില്ലൻ നായകൻ, കുറച്ച് ഗ്രേഡ് കൂടും. അല്ല, അതവിടെ ഇരിക്കട്ടെ. തൻ്റെ അച്ഛനിപ്പോ എങ്ങനെയുണ്ട് അത് പറയും. വലിയ അപകടമൊന്നുമില്ല സർ. മൂവ്മെന്റ് ഒക്കെ ശരിയായി വരുന്നുണ്ട്. പക്ഷെ വേദന മാറാൻ ഇനി സമയമെടുക്കും സർ. അതോർക്കുമ്പോഴൊരു വിഷമം. അതൊക്കെ മാറൂടൂ. അധികം സമയമൊന്നും എടുക്കില്ല. ഇത്രയും നേരത്തെ എനിക്ക് ഭക്ഷണം കൊണ്ടുവച്ചത് എന്തിനാ ഞാൻ നോക്കിയത്. മായക്കാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണമെന്നറിയാം. ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. സമയമാകുമ്പോ മോളും കൂടി വന്നിട്ട് ഞാൻ കഴിച്ചോളാം. ആ, ശ്രീ വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞിരുന്നാലേ ശരിയാവില്ലത്. നിങ്ങക്ക് ഗുളി കഴിക്കാനുള്ളതാ. ആ അതെ ചിറ്റപ്പ, ഗുളിയ സമയത്തിന് കഴിക്കണം. അതിനായിട്ട് ഭക്ഷണം നേരത്തെ കഴിക്കുന്നത് നല്ലതാ. എന്തോ നല്ലത്? വീട്ടിൽ നിൽക്കുന്ന ദിവസമെങ്കിലും മോളോടൊപ്പം ഭക്ഷണം കഴിക്കാന്ന് വെച്ചാ രണ്ടാളും സമ്മതിക്കില്ല. രണ്ടെണ്ണത്തിന് അസൂയയും കുശുമ്പുവാ ഞാൻ മോളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിന്. അതിന് എല്ലാ കാലവും മോളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ചിറ്റപ്പ? ഇടയ്ക്കൊരു വില്ലൻ വന്ന എന്ത് ചെയ്യും? നീ എന്താടി മായ ഈ പറയണത്? വില്ലനോ? ഏതു വില്ലൻ? അയ്യോ ചിറ്റപ്പൻ പേടിക്കണ്ട. എന്നാലും ശ്രീകുട്ടി ഒരാൾ വന്ന് കല്യാണം കഴിക്കുമല്ലോ. അയാൾ ശ്രീകുട്ടിയെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. അപ്പൊ പിന്നെ ചിറ്റപ്പൻ ആരുടെ കൂടെ ഇരുന്ന് കഴിക്കും? ആ പയ്യനെ ഞാൻ വില്ലൻ ഉദ്ദേശിച്ചത് ഒരു കോമഡിക്ക്. അതെന്തോന്ന് കോമഡി? എടീ, അവളെ കെട്ടാൻ വരുന്ന പയ്യൻ നല്ലവനാണെങ്കിൽ അവനെങ്ങനെയാടി വില്ലനാവുന്നത്? അവൻ ഹീറോ ആണ്, ഹീറോ. നീ പറയണ പോലെ കോമഡിയും ട്രാജഡിയും ഒന്നുമല്ല. നല്ല ഒന്നാം തരം ഫാമിലി ഹിറ്റാ. സൂപ്പർ ഹിറ്റ് ഫാമിലി സിനിമ. സന്തോഷം. അതുകൊണ്ട് തന്നെയാ എനിക്കും ആഗ്രഹം. പക്ഷെ ശ്രീകുട്ടിയെ നന്നായി നോക്കുന്ന ഒരു പയ്യനെ മാത്രം കിട്ടിയാൽ മതിയോ ചിറ്റപ്പ? അങ്ങനെ ഒടുവിൽ സാറിന് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് നമ്മൾ വന്നെത്തി അല്ലേ? അതേടോ, അതെ അതെ. തന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരില്ല. അതാ ഈ സ്ഥലം ഇഷ്ടമല്ലാത്തത്. പക്ഷേ എനിക്ക് ഇന്നത്തെ ദിവസം എത്ര സന്തോഷമായിരുന്നു എന്ന് അറിയാമോ സാറിന്? ഇനി ഇത്രയും സമയം ഞാൻ സാറിനോടൊപ്പം ഉണ്ടാവുമെന്നോ ഇത്രയും നേരം സാറിനൊപ്പം സംസാരിക്കുമെന്നോ കരുതിയതേയില്ല. ഇറ്റ് വാസ് ജസ്റ്റ് വണ്ടർഫുൾ. എക്സാക്ട്ലി. ഏതായാലും താൻ ഇന്ന് വീട്ടിൽ വന്നുകൊണ്ട് എനിക്ക് തന്നെ കൊണ്ടാക്കാൻ പറ്റി. താങ്ക് യു വെരി മച്ച്. നോ സർ, ഇന്ന് ഞാൻ സാറിന്റെ വീട്ടിൽ വന്നതിന് നന്ദി പറയേണ്ടത് സാറിന്റെ അനിയത്തിക്കുട്ടിയോടാ. അനിയത്തിക്കുട്ടിയോടോ? അതെ, രേഖ മാഡം വിളിപ്പിച്ചിട്ടാ ആ വീട്ടിലേക്ക് ഞാൻ വന്നത്. അപ്പോ താൻ ഫയൽ എടുക്കാൻ വന്നതല്ലേ? അതെ, പക്ഷെ അവിടെ വന്നപ്പോഴാ അറിഞ്ഞത് ഫയൽ എടുക്കാൻ എന്നത് വെറും റീസൺ മാത്രമാണെന്ന്. രഘു സാറിന് രേഖ മാഡത്തിനും വേറെ പ്ലാനുകൾ ഉണ്ടായിരുന്നു. എന്ത് പ്ലാൻ? അല്ല, എന്തിനാ അനിയത്തിക്കുട്ടി തന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ചത്? ഒരു ഡിറ്റക്റ്റീവ് ജോലി ഏൽപ്പിക്കാനാ. നീ എന്തിനെങ്ങനെ എന്റെ പുറകെ നടക്കുന്നേ? എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരാതെ വെറുതെ അങ്ങ് നടന്നോളൂ. ഞാനെന്ത് ചെയ്യാനാ? ഇപ്പോ സരോജാനയുടെ കയ്യിൽ നിന്നും ശ്രീലക്ഷ്മിയുടെ ഫോൺ അടിച്ചു മാറ്റണോ? അതാണ് നിനക്ക് വേണ്ട ഐഡിയ? ഒന്ന് പതുക്കെ പറ ദീപു, ആരെങ്കിലും കേൾക്കും. ശരി, സരോജാനയുടെ കയ്യിൽ നിന്ന് ഫോൺ അടിച്ചു മാറ്റണോ? അതാണോ നിനക്ക് വേണ്ട ഐഡിയ? എടാ പൊട്ട, ഇതല്ലേ തൊട്ട മുമ്പ് നീ പറഞ്ഞത്? എടി പൊട്ടി, അപ്പോഴല്ലേ നീ പറഞ്ഞത് പതുക്കെ പറയാൻ? എന്റെ ദൈവമേ, എന്റെ തല വിധി. ഒന്ന് പോയി തരൂ ദീപു പ്ലീസ്. ചേടാ, അത് കൊള്ളാലോ. മനസമാധാനമായിട്ട് മുറിയിൽ ഗെയിം കളിച്ചോണ്ടിരുന്ന എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് ഇപ്പൊ പോവാൻ പറയുന്നോ? ഇത് ശരിയല്ല കേട്ടോ. പോടാ അവിടുന്ന്. പോവാൻ. ഈ പെണ്ണെന്താ ഇതുവരെ വരാത്തത്?
കഴിക്കേ. അമ്മേ സോറി, അല്പം താമസിച്ചു പോയി. നിന്റെ മൊബൈൽ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ അമ്മേ, ഞാൻ എടുത്തോളാം. കഴിക്കേ. എന്താ ഇത്ര ലേറ്റ് ആയത്? ഓഫീസിൽ ജോലി കൂടുതലുണ്ടായിരുന്നോ? ആ അമ്മേ, അതല്ല, ഇന്ന് രവി സാറിന്റെ വീട്ടിലും പോയിരുന്നു. ചില ഫയലുകൾ അവിടെയാ വെച്ചിരുന്നെ. എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോ ലേറ്റായി. സോറി അമ്മേ, ഇനിങ്ങനെ ലേറ്റ് ആവില്ല. ഇന്നെന്താ രണ്ടാളും നേരത്തെ കിടന്നോ? ആ, നിന്റെ അച്ഛനെ ഗുളി കഴിച്ച പെട്ടെന്ന് ഉറക്കം വരും. മായൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി. നടുവേന കാരണം ഞാനും അല്പം നേരത്തെ കിടന്നതാ. ഞാൻ വരാൻ വൈകിയപ്പോ അച്ഛൻ വഴക്കു പറഞ്ഞോ അമ്മേ? ഈയിടെയായി നിന്നെ സംസാരിക്കാനേ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കൊറേ നേരം നീ വരാൻ നോക്കിയിരുന്നു. നീ കുഞ്ഞായിരിക്കുമ്പോ അച്ഛൻ കടയിന്ന് വരാൻ കാത്തിരിക്കില്ലേ? അതുപോലെ തന്നെ. ഓരോ ദിവസവും ഇതുപോലെ സന്തോഷം പങ്കിട്ട് പോവാം. സന്തോഷം മാത്രല്ല സർ, സങ്കടവും പങ്കിടാം.